നമസ്കാരം. ചേതന FM 90.8 ഫേസ് ടു ഫേസിന്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഫേസ് ടു ഫേസിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിലാണ്. ഫാദറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫേസ് ടു ഫേസിലേക്ക്. ഗുഡ് മോർണിംഗ് ഫാദർ. നമസ്കാരം. നമസ്കാരം മുംതാസ്. എന്തൊക്കെയുണ്ട് ഫാദർ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഫാദറിന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് അതിശയം തോന്നി. കാരണം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുള്ളൊരു വ്യക്തിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സന്തോഷത്തോട് തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഫാദറിന്റെ ആ ഒരു മേഖല, ഒരു പക്ഷേ ഫാദർ പഠിച്ച ഒരു മേഖലയിലേക്കാണോ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്? എന്താണ് ഫാദറിന് പറയാനുള്ളത്? 3 മേഖലകളാണ് ഞാൻ പഠിച്ചത്. ആ 3 മേഖലകളിലും നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായ കാര്യം. ഒന്നെന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് തിയോളജി പഠിച്ചു, വൈദികനാകണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഒരു ശുശ്രൂഷ അടൂർ സെൻറ് മേരീസ് കിളിവേൽ പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. രണ്ടാമത് പഠിച്ചത് ലഹരി ചികിത്സയുടെ കൗൺസിലിങ്ങും അതിൻ്റെ തെറാപ്പിയായിരുന്നു. ആ മേഖലയും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു. ആ മേഖലയിലും ഇപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ MD ആയിട്ട്. അത് വലിയൊരു ഈശ്വര കൃപയായിട്ടാണ് മനസ്സിലാക്കുന്നത്. പഠിച്ച കാര്യങ്ങളിൽ ഞാൻ 3 പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു പാഷൻ പ്രൊഫഷൻ ആകുമ്പോൾ അല്ലേ? അതെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണോ? ഇതൊരു ഈ ലഹരി ചികിത്സയുടെ പഠനം ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഞാൻ സെമിനാരി പഠനം കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഹെഡിൻ്റെ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമാ മാത്യൂസ് ദിയൻ കാതോലിക്ക ബാബ കോട്ടയം, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം വലിയ ഒരു സോഷ്യൽ വർക്കറും കൂടെ ആയിരുന്നു. സമൂഹത്തിൻ്റെ ഈ പ്രയാസം അനുഭവിക്കുന്നവരെ അവരുടെ അടുക്കൽ ചെന്ന് സഹായിക്കുന്ന ഒരു മനോഭാവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കോസ്റ്റൽ ഏരിയയിൽ പോകുമ്പോൾ അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കണ്ടു. പ്രത്യേകിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരുന്ന കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ. പക്ഷെ അതിന് ശേഷം പലരും ലഹരിക്ക് അടിമയായി പോകുന്നു എന്നുള്ളത് അത് കണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധം അനുസരിച്ചാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു കോട്ടയം ട്രാഡ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഈ ലഹരി ചികിത്സയുടെ പഠനത്തിന് ഞാൻ പോയത്. അതാണ് അതിൻ്റെ ഒരു വഴിത്തിരിവായത്. ശരിക്കും നമ്മൾ ഒരു വാക്കിൽ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ ആ ഒരു പഠനം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു. പക്ഷെ അതിൽ ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? ഒരു എനിക്കറിയാൻ കഴിഞ്ഞത് ഫാദർ ഏകദേശം 10,000-ന് പുറത്ത് വ്യക്തികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലഹരി ചികിത്സ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും മനസ്സിലാക്കും, അവനവൻ വിചാരിച്ചാൽ നിർത്തിയാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലരെ നിർത്താൻ ഒക്കത്തില്ല എന്നുള്ളത്. ബേസിക്കലി ഇത് ഒരു മെഡിക്കൽ സയൻസിൻ്റെ ചികിത്സ സമ്പ്രദായം തന്നെയാണ്. ഇതൊരു അഡിക്ഷനാണ്. ഈ അഡിക്ഷനിന് അത് പാരമ്പര്യമായിട്ട് വരാം. അതായത് മദ്യപിക്കുന്ന പിതാക്കന്മാരുടെ മക്കൾ 3 ടൈംസ് മദ്യപാനികളാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ അവർ ആദ്യം മുതലേ വെച്ച് കൊടുക്കുന്ന അവരുടെ ചില എഡ്യൂക്കേഷൻ കൊണ്ടും അല്ലെങ്കിൽ ചില ഫിലോസഫി കൊണ്ടും അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ടും അവർ ചിലപ്പം പലരും പോകണമെന്നില്ല. പക്ഷേ സാധ്യതയുണ്ട്. പിന്നീടുള്ളതെന്ന് പറയുന്നത് 4 പേര് ഒരുമിച്ച് കുടിക്കുമ്പോൾ ചിലർ ഒരു പെഗിൽ നിർത്തും, പക്ഷെ ഒരാൾ അത് കണ്ടിന്യൂ ചെയ്യും. അവരെയാണ് അഡിക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ബോഡിയാണ്. അപ്പോൾ ആരെയും നമുക്ക് അങ്ങനെ നിർവചിക്കാൻ ഒക്കത്തില്ല. ഈ ആള് മദ്യപിക്കാൻ കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ മുഴുകുടിയനാവും, ആരെയും നിർവചിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഈ ചികിത്സയ്ക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ ചികിത്സയ്ക്ക് വരുന്നതെന്ന് പറയുന്നത് ഒരു 25% മാത്രമേ ഉള്ളൂ സ്വന്തം ഇഷ്ടപ്രകാരം ചികിത്സയ്ക്ക് വരുന്നത്. ബാക്കിയുള്ളവരെ നമ്മൾ ഏത് വിധത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അഡ്മിറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ചികിത്സ നമുക്ക് എടുക്കാൻ ഒക്കൂ. അപ്പോൾ ആ ചികിത്സാ സമ്പ്രദായത്തിലൂടെ അനേകായിരങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ മദ്യപാനത്തിൻ്റെ ചികിത്സയാണെങ്കിൽ 1 മാസവും, മറ്റുള്ള സ്മോക്കിങ്ങും മറ്റ് ലഹരി കഞ്ചാവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു 3 മാസമാണ് ചികിത്സ. പക്ഷേ ജനം മനസ്സിലാക്കുന്ന ഈ ചികിത്സ എടുത്തുകൊണ്ട് പോയിട്ട് തീർന്നെന്ന് അങ്ങനല്ല. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് ഡിസീസ്, നോട്ട് എ ക്യൂറബിൾ ഡിസീസ്, ബട്ട് ഇറ്റ് ഇസ് എ കൺട്രോളബിൾ ഡിസീസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ആയുഷ്കാല രോഗമാണ്. ഇത് പൂർണ്ണമായിട്ട് ഭേദമാകുന്ന രോഗമല്ല, എന്നാൽ മരണം വരെ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താം. അപ്പോൾ അതുകൊണ്ടാണ് ചികിത്സ കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറയുന്ന സമയത്ത് മരുന്ന് കഴിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ലോകത്തിന് 144 രാജ്യങ്ങളുണ്ട്. ഇതിൽ കൃത്യമായിട്ട് അവർ പോയി പങ്കെടുക്കണം. അങ്ങനെ വരുമ്പോൾ 10, 15, 25 കൊല്ലം ഇതിന് പൂർണ്ണമായിട്ടും വിമുക്തരായി
ചികിത്സിതരായിട്ടുള്ള അനേക രോഗികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ 10 വർഷം കഴിഞ്ഞ് മദ്യപിക്കുന്നില്ല, 20 വർഷം കഴിഞ്ഞ് ഇരുന്നവരൊക്കെ വന്ന സന്തോഷം പറയുമ്പോൾ അത് ഹൃദയത്തിന് തന്നെ വലിയ സന്തോഷമാണ്. അതിന്റെ ഒരു കുഞ്ഞു ഭാഗമെങ്കിലും ആകാൻ കഴിയുന്നതിൽ അത് വലിയൊരു സന്തോഷമാണ്. ശരിക്കും ഒരു ദൈവപുണ്യം എന്ന് വേണമെങ്കിൽ സത്യമാണ്. ഫാദർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഒരാളെ കൊണ്ടുപോകുമ്പോൾ തിരിച്ചവർ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചവർ വീട്ടിലാണോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിന്റെ ഇടയിലോട്ട് വരുമ്പോൾ ശരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് ഇവർക്ക് വേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഫാദറിന് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡിവിജ്വൽ ഡിസീസ് ആണ്, അതുപോലെ ഇറ്റ്സ് എ ഫാമിലി ഡിസീസ് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ സോഷ്യൽ ഡിസീസ്. ഫാമിലി ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ 100% സമൂഹം ഒരു പക്ഷേ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും. പക്ഷേ അദ്ദേഹം മദ്യപിക്കുന്നതിനുള്ള പല കാരണങ്ങൾ കാണും. ആ മദ്യപിക്കാതിരിക്കുവാനും മദ്യപാനത്തിന് അടിമപ്പെട്ടെങ്കിൽ അദ്ദേഹം ചികിത്സിക്കുവാനൊക്കെ ഉത്തരവാദിത്വം ഫാമിലിക്കുണ്ട്. അതുകൊണ്ട് ഫാമിലി ഇത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒത്തു. നമ്മൾ പലരെയും മദ്യപിച്ചെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ആക്ഷേപിക്കും. പക്ഷെ അവരെ ഒരു രോഗിയാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഫാമിലിയുടെ വലിയൊരു ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ ഈ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ഫാമിലി കൗൺസിലിംഗ് ഞങ്ങൾ നടത്തും ഹോസ്പിറ്റലിൽ. അതിൻ്റെ അകത്ത് ഭാര്യയോ അല്ലെ അമ്മയോ അപ്പനോ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെ ഞങ്ങൾ 3-4 സെക്ഷനിൽ ഞങ്ങൾ കൗൺസിലിംഗിന് വിധേയരാക്കും. അപ്പോൾ അവരെ ഇതിനകത്ത് ബോധവൽക്കരിക്കും. കാരണം ഇവരെ വേണ്ട സപ്പോർട്ട് കൊടുക്കണം. മറ്റൊരു രോഗിക്ക് കൊടുക്കുന്ന പോലെ ഒരു സപ്പോർട്ട് ഇവർക്ക് കൊടുത്താലേ ഒക്കത്തുള്ളൂ. അത് ഭക്ഷണ കാര്യങ്ങളിലുണ്ട്, മറ്റുള്ള ഇടപെടലിലുണ്ട്. ആദ്യം പറയും ഞാൻ കുടിക്കത്തില്ല എന്ന് പറയും. എല്ലാ ദിവസവും രാവിലെ പറയണം ഈശ്വര കുറവ് കൊണ്ടും ചികിത്സ കൊണ്ടും ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കത്തില്ല. അങ്ങനെ ഓരോ ദിവസം നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അപ്പം 1 മാസം കഴിയുമ്പോൾ കൂട്ടുകാർ കാണും. അപ്പോൾ അവർ പറയും നീ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി, കുടിക്കണ്ടെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പോയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂടിച്ചേരുകൾ ഒഴിവാക്കണം. പിന്നെ കുറേ ഭക്ഷണപദാർത്ഥങ്ങളെ കൺട്രോളിങ് പറയും. അപ്പോൾ ഈ കൂട്ടുകാർ ഒരു ദിവസം കുടിക്കത്തില്ല, 2ാം ദിവസം പറയും ഒരു പെഗ്ഗൊന്ന് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ബിയർ കുടിച്ചാൽ മതി. മദ്യപാന ദിവസം കഴിഞ്ഞവർ വീഞ്ഞോ അല്ലെങ്കിൽ വൈനോ ബിയറോ ഒന്നും കുടിക്കാൻ പാടില്ല. ഒരു പെഗ് ബിയർ കഴിച്ചാൽ ഇറ്റ് ഇസ് എ ലോ. ഒരു പെഗ് ബിയറോ അല്ലെങ്കിൽ വൈനോ കുടിച്ചാൽ മതി, അവർ പഴയ സ്വഭാവത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബവും അദ്ദേഹത്തിൻ്റെ സമൂഹവും പ്രത്യേകിച്ച് കൂട്ടുകാർ അദ്ദേഹത്തെ ആ നില നിർത്തുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട്. ശരിക്കും ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പൂർണ്ണമായും ഭേദപ്പെട്ട് വരാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പരിധി വരെ അവരെ ഭേദമാക്കാൻ കഴിയുമോ? ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണിത്. അതായത് ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസീസ്. ഇത് ഒരാൾ ഇത് കെമിക്കൽ ഡിപ്പെൻഡൻസിയാണ്. ഒരാൾ മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അടിമയായി കഴിഞ്ഞാൽ അത് മരണം വരെ അദ്ദേഹത്തിലുണ്ട്. ഇപ്പം ഡയബറ്റിക് പോലെ ഇതിനെ കണക്കാക്കിയാൽ മതി. ഇപ്പം ഒരു ചില ഡയബറ്റിക് നമുക്കറിയാം, ഒരു 75% ഡയബറ്റിക് ലൈഫ് ലോങ് ആണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ഭക്ഷണപദാർത്ഥങ്ങളും കൺട്രോൾ ചെയ്ത് മരുന്നും കഴിച്ചുകൊണ്ട് പോകും. അപ്പം കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ഈ മരുന്ന് അങ്ങ് നിർത്തും, പക്ഷേ പിന്നെയും കൂടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഈ ജസ്റ്റ് ലൈക്ക് ഡയബറ്റിക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ മരുന്ന് കഴിക്കുന്നത്? അപ്പോൾ ആ ധാരണയെ തെറ്റ്. അവരുടെ മദ്യപിച്ച് അവരുടെ ലിവറിനും ശരീരത്തിനും മാനസികാവസ്ഥയ്ക്കുള്ള പ്രോബ്ലം എല്ലാം മാറ്റുകയാണ് ഈ 1 മാസത്തെ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ 3 മാസത്തെ ചികിത്സ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ബോഡി ഒന്ന് ലെവലാക്കുക. ആ ലെവലാക്കി കഴിഞ്ഞ് മദ്യപിക്കാതിരിക്കാനുള്ള ചില മരുന്നുകളും കൊടുക്കും, അവരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. അങ്ങനെ ഒന്ന് ലെവലാക്കി വിട്ടു. പക്ഷേ ലൈഫ് ലോങ് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർ ആ ഭക്ഷണപദാർത്ഥങ്ങളും അവരുടെ ഫാമിലിയിലും സമൂഹത്തിലുള്ള ഇടപെടലുകളും ഈ മരുന്നും അതുപോലെ മീറ്റിങ്ങുകളും പങ്കെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് 100% പറയാവൂ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഫാദർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു വ്യക്തി സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് എത്താൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ടായാലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടായാലും വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലേ? സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് വളരെ പ്രയോജനമുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് നിർബന്ധമില്ല, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. ചില സ്ത്രീകളെ ഭർത്താക്കന്മാരെ തോർത്തിട്ട് കൈകിട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല രസമാണ്. ചിലരാണെങ്കിൽ മദ്യപിച്ച് അവശരാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ചിലരെ ഉറക്കഗുളിക കൊടുത്തിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ പിടിച്ചു കെട്ടി. അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞ് അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസമാണ് ആദ്യത്തെ ഒരാഴ്ച അവരെ ഒരു നോർമൽ ലെവലിലേക്ക് ആക്കാൻ. അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. കാരണം അവരുടെ ഇഷ്ടം പോലെ നടന്ന ഒരാൾ, കാരണം ഈ സ്വഭാവ മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ് ഇങ്ങനെയുള്ള ചികിത്സ. ഞങ്ങളത് ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൻ്റെ ഒരു സാധാരണ വാർഡ് പോലല്ല, ഇതൊരു പ്രത്യേക സെക്ഷനാണ്. ഇവർക്ക് ഒരിക്കലും വെളിയിൽ പോകാനൊക്കത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഇൻഡ്യൂസ് സൈക്കോസിസ് കൊണ്ട് സൈക്കോസിസ് ഇൻഡ്യൂസ് ആൽക്കഹോൾ. അതായത് മദ്യപിച്ച് കഴിയുമ്പോഴാണ് ചിലരിൽ മാനസിക രോഗം
ഉണ്ടെന്ന് അറിയുന്നത്. അത് ചില മാനസിക രോഗികൾക്ക് അവരുടെ പ്രശ്നമുണ്ട്, അവർ മദ്യപിക്കുമ്പോഴാണ് അത് വെളി വരുന്നത്. അതുകൊണ്ട് ഈ സൂയിസൈഡ് ടെൻഡൻസി ഇവർക്ക് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചികിത്സാരങ്ങൾ വളരെയധികം കെയർ ചെയ്യണം. അങ്ങനെ കെയർ ചെയ്ത് അപ്പം നമുക്കൊരു സ്വഭാവ മാറ്റത്തിന് ആ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് 3 മാസം മാറി നിൽക്കുമ്പോൾ നമുക്ക് സ്വഭാവത്തിനൊരു മാറ്റം വരും. ഇതൊരു ഒരു ഒരു ഹാബിറ്റും കൂടാണ്, മനസ്സിലായോ? അപ്പോൾ അത് മാറി നമുക്ക് ഒരു നോർമൽ ലെവലിലേക്ക് വരുവാൻ കഴിയും. അതുപോലെ തന്നെ എനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം, ഒരുപാട് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റുകളിൽ ഫാദർ ഈ പറഞ്ഞ പോലെ ക്യാൻസർ കെയറിലാണെങ്കിലും പിന്നെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിലിപ്പോൾ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ക്യാൻസർ എന്ന ഒരു രോഗത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു മേഖലയിൽ ഫാദർ എത്ര വർഷം, എനിക്ക് തോന്നുന്നു ക്യാൻസർ കെയർ സെൻറ്റർ പോലുള്ള CEO ആയിട്ടും മാനേജിങ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഞാൻ ക്യാൻസർ മേഖലകളെ കുറിച്ച് പഠനവും അതുപോലെ ആ സെൻ്ററുകളുടെ രൂപീകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ക്യാൻസറിൻ്റെ രോഗം വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ജനത്തിന് ആ കാലഘട്ടത്തിൽ RCC ട്രിവാൻഡ്രം RCC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്നും ഇതിൻ്റെ ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്നും മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം സഭയുടെ അധികാരികൾ എന്നോട് പറഞ്ഞു, ആദ്യം പോയി ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു, ഇതിൻ്റെ മാനേജ്മെൻറ്റ് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം ഞാൻ ഇതിൻ്റെ പഠനം നടത്തിയും ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്യാൻസർ സെൻ്ററുകളെല്ലാം ഞാൻ വിസിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്ത് അതിനകത്ത് എനിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ MB പിള്ള, അദ്ദേഹമാണ് ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ, അതുപോലെ RCCയിലെ ആ കാലഘട്ടത്തിലെ ഡോക്ടർമാർ, ഇവരെല്ലാം ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിച്ചായിരുന്നു. അങ്ങനെ പഠനം നടത്തിയ ശേഷമാണ് ഈ സെന്ററിന് പരുമലയിൽ ഞാൻ തുടക്കം കുറിച്ചത്. ഇപ്പോൾ ചെങ്ങന്നൂരും തുടങ്ങിയിരിക്കുന്നത്. പരുമല ഹോസ്പിറ്റലിൽ എത്ര വർഷം? ഞാൻ 11 വർഷം അവിടുത്തെ CEO ആയിരുന്നു. ശരിക്കും അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഹോസ്പിറ്റലിലും ചേഞ്ചായി വരുമ്പോഴും ഓരോ പുതിയ എക്സ്പീരിയൻസും പുതിയ കാര്യങ്ങൾക്കും ഫാദർ തുടക്കം കുറിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ് അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പഠനം നടത്തി എനിക്ക് തോന്നുന്നു ഫാദർ എത്ര രാജ്യങ്ങളോളം സന്ദർശിച്ചിട്ടുണ്ടാവും? ഞാൻ 25-ലധികം രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു വലിയൊരു അനുഭവമല്ലേ? അതെ, തീർച്ചയായും വളരെ അനുഭവം എന്ന് പറഞ്ഞാൽ 25 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ഞാൻ വിസിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഈ ഒരു ഹോസ്പിറ്റലിലും ഇപ്പോൾ ഈ ഒരു റിസർച്ചിൽ ഫാദറിന് എന്താണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയാണ്? എന്നാൽ ക്യാൻസർ എന്ന ഒരു രോഗത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും അധികം ഇന്ന് പഠനം നടത്തുന്നതും അതുപോലെ തന്നെ എക്യുപ്മെൻസിന് വിലയുള്ളതും ക്യാൻസറിൻ്റെയാണ്. അത് ഇന്നും ഒരു അപ്രാപ്യമായ, അതായത് കഴിഞ്ഞ ദിവസം ഡോക്ടർ MB പിള്ള പറഞ്ഞതുപോലെ അതിലും 40% മാത്രമേ ഉള്ളൂ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുക കഴിയുന്നത്. ബാക്കി 20% അനുബന്ധമാണ്. ബാക്കി 40% പറഞ്ഞാൽ ഈശ്വരൻ്റെ കൃപയാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ മേഖലയിലെ റിസർച്ചും പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേഖല കാരണം സാമ്പത്തികമുള്ളവർക്ക് അന്യരാജ്യങ്ങളിലും വിദേശങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ കഴിയും. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാധാരണ ജനത്തിന് ലോകോത്തര ചികിത്സ അവൻ്റെ നാട്ടിൽ കിട്ടുക എന്നുള്ളതാണ്. ഈ ഒരു ഫിലോസഫി ആയിരുന്നു ഇത് ആദ്യം മുതൽ എന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ലോകപ്രശസ്തനായ ഡോക്ടർ KM ചെറിയാനോട് 2003 ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ, പരിസരസഭയുടെ അന്നത്തെ ഭാവതിരുമേനി ഒരുമിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ആ പ്രഗത്ഭനായ വ്യക്തി, എൻ്റെ കൂടെ പറയുകയാണ്, അദ്ദേഹം കായംകുളം സ്വദേശിയാണ്, പരുമലയിൽ വന്ന് ഈ കാർഡിയോളജി സെൻ്റർ തുടങ്ങി. കാരണം അന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുമ്പോൾ എത്രയോ പേരുടെ ജീവനാണ് പോകുന്നത്. അവരൊന്നുകിൽ തിരുവനന്തപുരത്ത് പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. അങ്ങനെ അദ്ദേഹം വന്നാണ് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കി തന്നത്. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റൊരു ആഗ്രഹം വന്നത്, ഇതുപോലെ ക്യാൻസർ രോഗികൾ നമ്മുടെ സാധാരണ ജനങ്ങൾ പ്രയാസം വഹിക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരി അതിൻ്റെ ചികിത്സയ്ക്ക് അവർക്ക് പോകാനുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഇത് വലിയൊരു ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെയാണ് ഈ വലിയ ഒരു സംരംഭത്തിലേക്ക് പഠനത്തിന് പോകുന്നതും ഈ സെൻറ്റർ തുടങ്ങാനും എന്നെ അതിലേക്ക് വഴിതെളിച്ചത്. ഡോക്ടറിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് കിംവദന്തികൾ ക്യാൻസറിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ആഹാരത്തിൽ നിന്നാണ്, ചിലരല്ല നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡാണ്, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ഡോക്ടറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഒരു ക്യാൻസർ
മുംതാസ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ കാരണങ്ങൾ. ഇത് ഒന്നും മാത്രം എൻ്റെ ഐഡന്റിഫൈ നോക്കത്തില്ല. പല ക്യാൻസർ രോഗങ്ങളും പാരമ്പര്യമാണ്. അപ്പോൾ ആ പാരമ്പര്യമുള്ളവർക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധിവരെ പാരമ്പര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പോസ്റ്റേറ്റ് ക്യാൻസർ, ഇങ്ങനെയുള്ള പല ക്യാൻസറുകളും ഒരു പരിധിവരെ പിന്നെ പാരമ്പര്യ രോഗങ്ങളാണ്. അപ്പോൾ അത് ഇപ്പം നമ്മുടെ തലമുറ അല്ലെ കുടുംബത്തിലോ അല്ലെ മാതാക്കൾക്ക് വരുവാണെങ്കിൽ നമുക്കത് കോൺഷ്യസായി അതിൻ്റെ പിന്നെ പ്രതിരോധ ചികിത്സകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചതനുസരിച്ച് ഇപ്പം US അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 5 പേരിൽ ഒരാൾക്ക് ഇപ്പം ക്യാൻസർ രോഗം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ അല്ലെ ഇന്ത്യയിൽ അത് 10-1 പേർക്കാകുന്നു. പക്ഷേ അവർ പ്രിക്കോഷൻസ് ആണ് ചെയ്യുന്നത്. അവർ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാകുകയും ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുകയും അവയർനെസ് ഇതിനെ മുന്നേ തന്നെ പല ക്യാൻസറുകൾ 10 വർഷത്തിന് മുമ്പ് നമ്മൾ വരും. നമുക്കത് നേരത്തെ അത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനും ചികിത്സ കൃത്യമായിട്ട് എടുക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ നാട്ടിലെ മലയാളികളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹെൽത്ത് ചെക്കപ്പുകൾക്ക് നമ്മൾ പലരും പോകുന്നില്ല. അതുപോലെ തന്നെ പ്രിക്കോഷൻസ് എടുക്കുന്നില്ല. ഈ രോഗം വന്ന് പ്രയാസപ്പെടുമ്പോഴായിരിക്കും നമ്മൾ ആശ്ചര്യപ്പെടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു നല്ല സമയം കഴിയും. അതുകൊണ്ട് ക്യാൻസർ രംഗത്തെ ചികിത്സ വളരെയധികം മുന്നോട്ട് വലുതായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പം ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ചികിത്സയൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ശരീരം നഷ്ടപ്പെട്ടു പോയെല്ലാം പോയി. അപ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ച് മനുഷ്യനൊരു ബോധമുണ്ടാകണം. ഇപ്പം മുംതാസ് പറഞ്ഞ പോലെ അതിനകത്ത് ഭക്ഷണകാര്യങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മാനസിക അവസ്ഥ വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ നമ്മുടെ ജോലി തിരക്കുകൾ, പിന്നെ ഈ പറഞ്ഞ പോലുള്ള അഡിക്ഷൻസ്, പിന്നെ ഫാമിലി രോഗങ്ങൾ, അങ്ങനെയുള്ള ഇതിന് പല ഘടകങ്ങളുണ്ട്. ഇതൊരു ഘടകമില്ലെങ്കിലും ചില ക്യാൻസറുകൾ നമ്മളിലേക്ക് വരും. അത് ജീനിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ജീനിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് 100% ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വിദേശികൾ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെ അമേരിക്കയിലെ പോലെ നമുക്കൊരു പ്രിക്കോഷൻസ് ചെറുപ്രായത്തിൽ മുതൽ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇതിനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയും, സാധിക്കും. ഫാദറിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വർക്കിംഗ് മേഖലയെക്കുറിച്ച്, അതായത് തുടക്കം മുതൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ ഒരു പാത നമ്മളോടൊന്ന് ഷെയർ ചെയ്യാവോ? മനസ്സിലായി. കാരണം ഞാൻ അറിഞ്ഞു നമ്മുടെ പരുമലപ്പള്ളിയിലെ സെമിനാരിയിലെ പഠനം കഴിഞ്ഞ് പരിശുദ്ധ ബാവ തിരുമേനയുടെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പോയി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ PG കഴിഞ്ഞു. എൻ്റെ ഡിഗ്രി പന്തളം NSS കോളേജിലായിരുന്നു. ബാംഗ്ലൂരിലെ പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ 1999 പരുമല സെൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിൻ്റെ CEO ആയിട്ട് ജോയിൻ ചെയ്തത്. അവിടെ വെച്ചാണ് എൻ്റെ കൂടുതൽ പഠനങ്ങളും കൂടുതൽ പ്രത്യേകിച്ച് ഈ മദ്യപാന ചികിത്സാ രംഗത്തും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേഖലയിൽ കൂടി ഇൻവോൾവ് ആകാൻ കഴിഞ്ഞു. 2 വ്യക്തികളാണ് അതിനെ എന്നെ കൂടുതൽ നയിച്ചത്. ഒന്ന് അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അതിന് രണ്ടാമത്തത് ഡോക്ടർ KM ചെറിയാൻ. ആ സമയത്താണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പുര എന്ന് പറയും പ്രൊവൈഡിങ് അർബൻ ഫെസിലിറ്റി ഇൻ റൂറൽ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ വരികയും ഇതൊക്കെ എൻ്റെ ജീവിതത്തിന് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള വഴിത്തിരിവായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ പിന്നീട് MBA HR പ്രത്യേകിച്ച് കൂടുതൽ പഠന ഈ മേഖലയിൽ വേണമെന്നുണ്ട് അതിൻ്റെ പഠനം നടത്തി. അതിനുശേഷമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ ഡോക്ടറേറ്റും എടുത്ത്. ഈ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ലീഡേഴ്സ് ട്രെയിനിങ് സിംഗപ്പൂരിൽ നിന്ന് എടുത്തു. ഹോസ്പിറ്റൽ മേഖല മാനേജ്മെൻറ്റിൻ്റെ പല ഫെലോഷിപ്പുകളും അതുപോലെ ട്രെയിനിങ്ങുകളും വിദേശ രാജ്യങ്ങളൊക്കെ എടുക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ലഭ്യമാക്കി. അങ്ങനെയാണ് ഒരു പുതിയ കൺസെപ്റ്റ് എനിക്ക് കേരളത്തിൽ തുടങ്ങണമെന്നൊരു ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോകോത്തര ചികിത്സ നമ്മുടെ സാധാരണ ജനത്തിന് ഇവിടെ ലഭ്യമാണ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ ലഭിക്കും. അതിൻ്റെ വലിയൊരു മകുടോദാഹരണമാണ് ഡോക്ടർ കേഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇപ്പം നമ്മൾ ഈ ഹോസ്പിറ്റൽ വന്ന് കണ്ടാൽ അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഫിലോസഫി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴേ നമ്മൾ കോറിഡോറിൽ പേഷ്യൻസ് ഇരിക്കും. സാധാരണ ഹോസ്പിറ്റൽ കോറിഡോറിൽ പേഷ്യൻസ് ഇരിക്കുമ്പോൾ അതിൽ നടന്നു പോരും നമ്മളോടൊരു വല്ലാത്ത ഒരു പറഞ്ഞാൽ ഒരു എമ്പതി അല്ല സിമ്പതി പോലെ ഫീലിംഗ്. അത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്.
അതുകൊണ്ട് അങ്ങനെ ആരുടെയും അനുകമ്പ നമുക്ക് നോക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കോറിഡോറിലൊന്നും ഒരു പേഷ്യൻറ്റിനെ കാണത്തില്ല. അവരൊരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ കാണുന്നത്. അപ്പം കാർഡിയോളജി പേഷ്യൻസ് അവരുടെ ഒരു അതിന് പറയുന്നത് സെൻറ്റർ ഓഫ് എക്സലൻസ് പറയും. അവരുടെ മാത്രം ഒരു ഹോളുണ്ട്. അവർക്ക് അവിടെ ടി വെച്ച് കൊടുക്കും. അവർ ഡോക്ടർമാരെ കാണും. അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നേരെ വീട്ടിൽ പോകും. നമ്മുടെ പുതിയ കൺസെപ്റ്റുകളൊക്കെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ മൊബൈലിൽ കൂടെ മാത്രമേ അല്ല വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. അതൊക്കെ മാറ്റി വരും. പക്ഷെ നമുക്ക് ഓവർ ലോഡ് ഓഫ് പേഷ്യൻസ് വന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾ കോറിഡോറിലേക്ക് ഇരുത്താൻ തുടങ്ങി. അതുകൊണ്ട് അത് മാറ്റാനാണ് ഞങ്ങൾ 12 നിലയുള്ള പുതിയ ബിൽഡിംഗ് പണിയുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിലേക്ക് വന്നത്. അങ്ങനെ വന്നാണ് ഞങ്ങനെ പുതിയ സംരംഭം 2021 കല്ലിശ്ശേരി ചെങ്ങന്നൂർ കല്ലിശ്ശേരി തുടങ്ങിയത്. അതിനെ പ്രത്യേകിച്ച് ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ശ്രീ PM സെബാസ്റ്റ്യൻ അവർ, അദ്ദേഹമാണ് ലേക്ക് ഷോറിൻ്റെ ഫൗണ്ടർ ചെയർമാൻ, വെൽകെയർ ഹോസ്പിറ്റൽ ചെയർമാൻ. അദ്ദേഹം വളരെ സന്തോഷത്തോടെ എൻ്റെ കൺസെപ്റ്റിനെ സ്വീകരിച്ചു. അദ്ദേഹമാണ് മെയിൻ ഇൻവെസ്റ്റർ. പിന്നെ നമ്മുടെ കായംകുളത്തെ സ്വദേശിയായ ഷീല ഫിലിപ്പോസ് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെ ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ. ശ്രീ PM സെബാസ്റ്റ്യൻ്റെ ലീഡർഷിപ്പാണ് എനിക്ക് വളരെ സന്തോഷമായ. അദ്ദേഹം നമ്മുടെ കൺസെപ്റ്റിനെ അംഗീകരിച്ച് എൻ്റെ ആ വിഷനെ ഒരു തരത്തിലും മാറ്റാതെ അതിനെ കംപ്ലീറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നു. അങ്ങനെയാണ് ഈ ഡോക്ടർ കെ എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് എന്ന ഏകദേശം 50 ഡിപ്പാർട്ട്മെൻറ്റും 150 ഡോക്ടർമാരും 1200 സ്റ്റാഫും ഉള്ള ഒരു പ്രവർത്തന മേഖലയായിട്ട് കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വന്ന് അല്ലേ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റ് മൾട്ടി ലെവൽ ഒരുപാട് അല്ലെങ്കിൽ പുറത്തു പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ അത്രയും സൗകര്യത്തോടു കൂടി തന്നെ ഈ ഹോസ്പിറ്റലിൽ വരാം അല്ലേ. അതിലുപരി അവരുടെ ഒരു മാനസിക, ഈ പറഞ്ഞ പോലെ ഒരു രോഗി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അവർക്കുള്ളിലെ മാനസിക വ്യഥ അറിയാൻ പറ്റൂ. ആ ഒരു ടൈമിൽ മറ്റുള്ളവർ തന്നെ നോക്കുന്നത് പോലും ചിലപ്പോൾ ചിലർക്ക് ഓക്കെ സിമ്പതി ആകാമെങ്കിൽ കൂടി മറ്റു ചിലർക്ക് അത് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. സോ ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോട്ടൽ പോലാണ്, നമുക്കൊരു ഫീലിംഗ്, ഒരു ഹോസ്പിറ്റൽ ഫീലിംഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മുടെ നഴ്സുമാരും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയൊക്കെ യൂണിഫോം ആ ഒരു രീതിയിലല്ലാത്ത പുതിയ മോഡേൺ രീതിയിലേക്ക് മാറ്റുക. പിന്നെ ഹോസ്പിറ്റാലിറ്റി, അവരുടെ അത്രയും കെയർ, അവരുടെ പെരുമാറ്റം, അതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതായത് ഒരു പേഷ്യൻ്റ്, ഒരു വ്യക്തി ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഹോസ്പിറ്റൽ വരുമ്പോൾ അവരുടെ രോഗത്തോടൊപ്പം തന്നെ അവരുടെ മാനസികാവസ്ഥയും വളരെ പ്രയാസമുണ്ട്. അപ്പം മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ കെയർ ചെയ്യും, നല്ല വർത്തമാനം പറയും, നല്ല സ്നേഹം കൊടുക്കുകയും ചെയ്താൽ അവർ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ മറക്കത്തില്ല. അതാണ് ഹോസ്പിറ്റൽ മേഖല. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരു രോഗിയെ ചികിത്സിക്കാനൊക്കത്തില്ല. ഡോക്ടർ നേഴ്സ് മാത്രം വിചാരിച്ചൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് ഒരു കാര്യം പറയും, ഒരു പേഷ്യൻ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകണം. അതാണ് നമ്മുടെ മാർക്കറ്റിംഗിൽ എപ്പോഴും പറയും. അവർ ആ നിലയിൽ, സ്വന്തം നിലയിൽ നമ്മൾ കെയർ ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അതെ, തീർച്ചയായിട്ടും. സ്വന്തം ഒരു വീട്ടിലെ പോലെ ആ ഒരു അന്തരീക്ഷം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് നമുക്ക് ഭാവിയിൽ ഇനിയും വരേണ്ടത്. ഇനി എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു ഫാദർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതായത് ലഹരി ഇനി അകലെ. ആ ഒരു പുസ്തകത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്കറിയാം തൊടുപുഴ, പൈങ്കുളം, അതുപോലെ തന്നെ കോട്ടയം, ടാട, ഇങ്ങനെ ചില സെൻ്ററുകൾ മാത്രമേ ലഹരി ചികിത്സയുടെ ആധികാരികമായ, ധാരാളം സെൻ്ററുണ്ട്, പക്ഷേ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ബേസിൽ നിന്നുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇത് ഇപ്പോഴും സമൂഹത്തിന് ഈ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ചികിത്സയെക്കുറിച്ച് ആ ഒരു അവബോധവും ആ കോൺഷ്യൻസ് പലപ്പോഴും പലരിലില്ല. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക്, അവരുടെ അറിവിലേക്ക് വായിച്ച് മനസ്സിലാക്കുവാനും ഇതെന്താണെന്നും ഇതൊരു മാനസിക രോഗമാണെന്നും ശാരീരിക രോഗമാണെന്നും ഇതൊരു സോഷ്യൽ ഡിസീസ് ആണെന്നും ഇതൊരു ഫാമിലി ഡിസീസ് ആണെന്നും മനസ്സിലാക്കാൻ വേണ്ടി പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റ്, ഡോക്ടേഴ്സ്, അവരുടെ എല്ലാം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ചേർത്തുണ്ടാക്കിയ ഒരു പുസ്തകമാണ് ലഹരി ഇനി അകലെ എന്നുള്ളത്. അത് 2 പ്രാവശ്യം പ്രസിദ്ധീകരിച്ചു. 3ാമത്തെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. കാരണം ഇത് വായിച്ചവരെ ധാരാളം പേർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ലഹരിയെക്കുറിച്ചുള്ള ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ചിന്തയിൽ വ്യത്യസ്തമാണ്, കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ജീവൻ വെച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. ശരിക്കും ഞാനും വെയിറ്റിംഗ് ആണ് ആ ഒരു പുസ്തകം വായിക്കാനായിട്ട്.
എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വളരെ ഉപകാരപ്രദമാകും അല്ലേ? എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിൽ നിന്നും ഉള്ളൊരു മാറ്റം പുതിയ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. അവരെ തിരിച്ച് വായനയിലേക്കും ഒപ്പം മറ്റ് നമ്മുടെ പഴയ കാലത്തിലുള്ള സമൂഹ നന്മകളിലേക്കും തിരിയുന്നുണ്ട്. പുതിയ യുവതലമുറയെ കുറിച്ച് എന്താണ് ഫാദറിന്റെ അഭിപ്രായം? യുവതലമുറ വളരെ മിടുക്കന്മാരാണ്. പുതിയ ഇന്നവേറ്റീവായിട്ടുള്ള കൺസെപ്റ്റുകൾ അവർ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. വളരെയധികം ചിന്തയുള്ളവരാണ്. ഏതിനും റിസ്ക് എടുത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഒരു വിഭാഗത്തിന് ഇപ്പോഴും ഈ മദ്യവും മയക്കുമരുന്നും അവരെ തകർക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് കോളേജ് തലങ്ങളിലാണെങ്കിലും സ്കൂൾ തലങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനെ അടിമപ്പെടുന്നുണ്ട്. ഇന്ന് ഒരു വലിയ ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ചികിത്സാലയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന പ്രയാസം തന്നെയാണ്. പ്രയാസം പറഞ്ഞാൽ സമയമെടുക്കും. ധാരാളം കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ആദ്യ കാലഘട്ടങ്ങളൊന്നും സ്ത്രീകളെ ചികിത്സിക്കേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോഴും സ്ത്രീകളെ ചികിത്സിക്കേണ്ട വന്നിട്ടുണ്ട്. പെൺകുട്ടികളൊക്കെ അടിമകളായിട്ട് മദ്യത്തിനും മയക്കിനും അടിമകളായിട്ട് വരുന്നുണ്ട്. അതെ, നമ്മൾ വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊരു പെൺകുട്ടി മസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മളെ അതിലേക്ക് വീഴിക്കുകയാണ് ചെയ്യുന്നത് പല രീതിയിൽ കൂടെ. അത് ഭക്ഷണത്തിലൂടെയാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലൂടെയാണെങ്കിലും നമ്മളെ അതിലേക്ക് അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളെല്ലാവരും പറയും അന്യസംസ്ഥാനങ്ങളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇപ്പം നമ്മുടെ സ്വന്തം നാട്ടിലും ഇത് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള റിലേഷൻ, ഇന്നിപ്പം നമ്മുടെ റിലേഷൻ എല്ലാം ഇലക്ട്രോണിക് റിലേഷനായി മാറി. ഇപ്പം ഞാൻ ഇപ്പം പറയും ഈ ഇലക്ട്രോണിക് റിലേഷൻഷിപ്പാണ് ഇന്ന് പലപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, അത് വളരെയധികം പ്രയോജനമാണ്. ലോകം നമ്മുടെ വെളുത്തുമ്പിലൊക്കെയാണ്. പക്ഷേ ബന്ധങ്ങളെ നമ്മൾ കളയരുത്. അപ്പം മുംതാസ് ഒരു വലിയ കാര്യം പറഞ്ഞത് പുസ്തക വായന എന്ന് പറയുന്നത്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഷയോടും സംസ്കാരത്തോടും ഒക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടാകുക. അതുകൊണ്ട് പുസ്തകം വായന ഒരു കാരണവശാലും നമ്മൾ നിർത്തരുത്. വീട്ടിൽ വന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം, അവരുടെ കാര്യം കേൾക്കണം. അവരുടെ അമ്മ മകളുടെ കാര്യങ്ങൾ കേൾക്കണം, അപ്പൻ മകൻ്റെ കാര്യങ്ങൾ കേൾക്കണം. ആ ലിസണിങ് മൈൻഡ്, ഒരു ലിസണിങ് എന്നുള്ള, അതായത് കോൺവെർസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ലിസണിങ് ആണ്. അത് മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അമ്മയും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അപ്പനുമായിട്ട് മാറുന്ന ഒരു കുടുംബത്തിലും ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ലഹരിക്ക് പോവുകയില്ല. അതുകൊണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഭയം തന്നെ തോന്നുന്നുണ്ട്. യുവതലമുറ കുറച്ച് പേര് ഇതിലേക്ക് വഴിയിട്ട് പോകുന്നു. അവരെ ശ്രദ്ധിക്കണം. അങ്ങനെ അടിമപ്പെടുകയാണെങ്കിൽ ഉടനെ അവരെ ചികിത്സാലയത്തിൽ കൊണ്ടുവന്ന് ചികിത്സയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ മാറ്റണം. ഇപ്പോൾ നമ്മുടെ ചികിത്സാ കേന്ദ്രം എവിടെയാണ് ഫാദർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലുള്ള ഡോക്ടർ കെ എം ജനൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ 7th ഫ്ലോറിലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, നമുക്ക് ഒരിക്കലും പബ്ലിസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ കൂടിയും, അതായത് നമ്മുടെ കുട്ടികളുടെ വിവരങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കണം. അല്ലെങ്കിൽ മുതിർന്നവരാകട്ടെ, നിങ്ങൾക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യവും സന്ദർഭവും എല്ലാം അല്ലേ നമ്മൾ ഒരുക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ എന്തായാലും അവരെ തിരിച്ചു കൊണ്ടുവരിക, അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ വെളിച്ചം പകരുക. ഫാദർ എനിക്ക് തോന്നുന്നു ആരോഗ്യ മേഖലയിൽ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സെക്ടറിൽ ഒരുപാട് തൻ്റെതായ വ്യക്തിത്വങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് തന്നെയാണ് ഈ ഒരു പുതിയൊരു ആശയങ്ങൾ. അത് ഡോക്ടർ നേരത്തെ ഫാദർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ ഒരിക്കലും മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ചികിത്സകളുടെ പ്രത്യേകിച്ച് സാമ്പത്തിക പ്രയാസം ഉള്ളവര് അവരെയൊക്കെ അനുഭവിക്കുന്ന, അവർക്കൊരു ചില ചികിത്സയ്ക്ക് വരുമ്പോൾ അവരനുഭവിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, കാരണം ഇങ്ങനെ വഴി വിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ എനിക്ക് സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന നമ്മളൊക്കെ പറയും, അതൊക്കെ വന്നു കഴിയുമ്പോൾ മരുന്നുകൊണ്ട്, മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇൻ്റർവെൻഷണൽ കാർഡിയോളജി തുടങ്ങിയപ്പോഴത്തേക്ക്
ആ മെഡിസിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ശരീരത്തിൻ്റെ ബ്ലോക്കുകളെ ഈ ഇൻ്റർവെൻഷണൽ കാർഡിയോളജി ട്രീറ്റ്മെൻറ്റ് മാറ്റാനും ബൈപ്പാസ് ചെയ്ത് മാറ്റാനും ഒക്കെ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആ മേഖലകളിലൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നവരെ ചികിത്സിച്ച് ഭേദമാക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു വലിയ പദ്ധതിയുണ്ട്, ATPP എന്ന് പറയും. അതായത് ആക്സിഡൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം വിത്ത് പബ്ലിക് സപ്പോർട്ട്. അതായത് ഞങ്ങളിപ്പോൾ 1000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, അതിപ്പോൾ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസേഴ്സിനും അതുപോലെ മറ്റ് പിന്നെ എക്സൈസ് സ്റ്റാഫിനും പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്, അതായത് ടാക്സി ഡ്രൈവേഴ്സ് പിന്നെ അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹോസ്പിറ്റലിൽ 2 ചെറുപ്പക്കാർ സ്കൂട്ടറിൽ ആക്സിഡൻ്റായിട്ട് വരുന്നുണ്ട്. ഒരാളുടെ ശരീരത്തിലെല്ലാം ഭയങ്കരമായ മുറിവുകളുണ്ട്, എന്നാൽ മറ്റേ ആളുടെ ശരീരത്തിൽ ഒരു മുറിവുമില്ല. അപ്പം ഈ മുറിവുള്ള ആളെ ശുശ്രൂഷിച്ചുകൊണ്ട് മറ്റേ ആൾ പുറകെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ മുറിവുള്ള ആൾക്ക് അപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ CT എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം മറ്റേ ആൾ അദ്ദേഹത്തിനോട് പുറകെ പോവുകയാണ്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുറിവൊന്നും ഇല്ലാത്ത ആൾ പെട്ടെന്ന് കൊളാപ്സ് ആയി അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്തത്. അതെ. അപ്പം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ആക്സിഡൻറ്റിൽ അകപ്പെടുന്ന എല്ലാവരും അവർ ഒരു ചികിത്സയ്ക്ക് വിധേയരാണ്. അതായത് അവർ ഒരിക്കലും എനിക്ക് ശരീരത്തിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അപ്പോൾ അവരെ വേണ്ട രീതിയിൽ അവിടെയാണ് ഞങ്ങൾ ATPP എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതായത് ആര് സാക്ഷികളാകുന്നു, ഇപ്പം നമ്മൾ ആരെങ്കിലും സാക്ഷികളാകാം, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ കച്ചവടക്കാരാകാം, പോലീസ് ഡ്രൈവർ, വഴിയാത്രക്കാരാകാം. ആക്സിഡൻ്റ് ഉണ്ടാകുന്നവർ നമ്മുടെ സ്വന്തം ആളെന്ന് മനസ്സിലാക്കി നമ്മൾ വണ്ടി നിർത്തി. അതാണ് ഗുഡ് സമരിറ്റൻ എന്നുള്ള കൺസെപ്റ്റ്. അവിടെ ചെന്നിട്ട് അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ ആ ഒരു ടെൻഷനും പ്രയാസം നമ്മൾ തന്നെ ഒന്ന് മാറ്റണം. അതാണ് ഈശ്വരൻ തരുന്ന ഒരു കൃപയാണ്. അത് ഏത് അവസരം നമുക്ക് ലഭിക്കും. കാരണം നമ്മൾ ഇതിലകപ്പെടാം. അപ്പോൾ അവരെ ആക്കിയിട്ട് അവരോട് പറയണം, തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് നിങ്ങളെല്ലാം പോവുക, എന്നിട്ട് അവിടെ അവർക്ക് വേണ്ട, കാരണം ഇതൊക്കെ ചെറുപ്പക്കാരിൽ ഈ ആക്സിഡൻറ്റ് കൊള്ളുന്നവർക്ക് ഇങ്ങനെയുള്ള ഈ ത്രോംബോസിസ് ഡെവലപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ മജ്ജ പെട്ടെന്ന് ഒടിവുള്ളിടത്തുനിന്ന് നമ്മുടെ നേരെ ലങ്സിലേക്കും ഒക്കെ പോയി പെട്ടെന്ന് ബ്ലോക്ക്. അതാണ് ഈ പയ്യൻ മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എല്ലാവരും അതിനകത്ത് വിധേയരാക്കി അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും അല്ലെ ഡോക്ടർ നിരീക്ഷണത്തിൽ കുറച്ച് മണിക്കൂർ ആക്കിയ ശേഷം. അതുകൊണ്ട് ഇങ്ങനെയുള്ള, നമുക്കറിയാം, ചെറുപ്പക്കാരന് ഏറ്റവും കൂടുതൽ നേരിടുന്ന റോഡ് ആക്സിഡൻറ്റുകളാണ്. നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അമിതമായ ആഗ്രഹം നമ്മുടെ എല്ലാം അവിടെ നിന്ന് മാറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് പോകാൻ, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്സിഡൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം വിത്ത് പബ്ലിക് സപ്പോർട്ട് എന്നുള്ള വലിയ കൺസെപ്റ്റ് ഭയങ്കരമായ വിജയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലൂടെ എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ട്രെയിനിങ് കൊടുക്കുന്നു, എല്ലാ മേഖല. അത് നോട്ട് ഓൺലി ദ ആക്സിഡൻറ്റ്, നമുക്കറിയാം, ഡ്രോണിങ് മുങ്ങി വീഴുന്നു അല്ലെങ്കിൽ തീ പിടുത്ത്, അങ്ങനെ ഏത് കാഷ്വാലിറ്റി ഉണ്ടാകുന്നവർക്കും പെട്ടെന്ന് അത് ഡോക്ടർമാർ അതിനുള്ള പിന്നെ എക്യുപ്മെൻറ്റ് സഹിതമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊരു ടീമുണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ന്യൂറോ സർജൻ ഉണ്ട്, ഈ എമർജൻസി ഫിസിഷ്യൻ ഉണ്ട്. അങ്ങനെ ടീമാണ് ഞങ്ങളീ പോയി ഈ ക്ലാസ് എടുക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എനിക്ക് ഏറ്റവും സന്തോഷം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണ്. കാരണം 1000-ൽ പരം പോലീസ് ഓഫീസേഴ്സ് കൃത്യമായിട്ട് വന്ന് ഈ ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ എക്സൈസ് സ്റ്റാഫ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള മേഖലയിലുള്ളവരെല്ലാം വരുന്ന ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായ വിജയമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അത് പബ്ലിക്കിന് ഒരു പുതിയൊരു അറിവായിരിക്കും. കാരണം നമ്മളിപ്പോൾ പബ്ലിക്കായി നിൽക്കുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ പെട്ടെന്നൊരു റോഡ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടമോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സഡനായിട്ട് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് അവയർനെസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലിസണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ശരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അറിവ് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മുടെ ഹോസ്പിറ്റലിലെ പിന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരത് ഗ്രൂപ്പായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തിയവരുടെ ബിസിനസ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്ത സമയത്തും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു ജീവൻ തിരിച്ചെത്തുന്നത്. എൻ്റെ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അത് ഒരുപാട്, അതായത് വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷൻ മുതൽ ഈ ഒരു നിമിഷം വരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു പ്രൊഫഷൻ തന്നെ സമൂഹ നന്മയ്ക്കായിട്ട് മാറ്റിവെച്ചൊരു വ്യക്തിത്വമാണ്, അല്ലേ?
അവാർഡൊക്കെ ഫാദറിന് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആ ഒരു സന്തോഷം നമ്മളോട് കൂടി ഒന്ന് പങ്കുവെക്കാം. അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. കേരളത്തിനകത്തും കിട്ടിയിട്ടുണ്ട്, കേരളത്തിന് പുറത്തും കിട്ടിയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അങ്ങനെയുള്ള അവാർഡിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും പാടില്ല. പക്ഷെ എനിക്ക് ഒരു വലിയ അവാർഡ് എന്ന് പറയുന്നത്, അതൊരു കിട്ടിയെന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഈ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി ചൈനയിലാണ് പോകുന്നത്, ഗാമാ തെറാപ്പിയുടെ പഠനത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് സഭയുടെ പൈസ ഒന്നും എടുക്കരുത്, സ്വന്തം പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റിലൂടെ മാത്രം മതി, ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് എൻ്റെ ഇടയ്ക്കിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പൈസയുണ്ട്, അന്നത്തെ കാലത്താണ് 2007 അമ്മച്ചി വിദേശ രാജ്യത്ത് വന്നാ ഇച്ചിരി പൈസയുണ്ട്, പനവലപ്പള്ളി നേർച്ച കിട്ടു, പക്ഷെ ഇവിടെ എന്തെങ്കിലും പുതിയൊരു പദ്ധതിക്ക് ഒരു 50,000 രൂപ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഞങ്ങൾ ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു പുതിയ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ പഠനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ അച്ഛൻ്റെ പഠനത്തിന് ഈ പൈസ എനിക്കിടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചിന്തിക്കാത്ത അവാർഡുകൾ വ്യക്തികളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സ്നേഹം, അതാണ് എന്നെ കൂടുതൽ ഈ മേലെ കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അമ്മച്ചി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും പിന്നെ ചിലപ്പോൾ ദൈവമായിട്ട് ശരിക്കും ഈ ഒരു അവാർഡുകൾ പറഞ്ഞ പോലെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് തരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തം ഇനിയും കൂടുകയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ലേ. എന്റെ ഓഫീസിന്റെ ബാക്കില് ഈ അവാർഡുകൾ ഷീൽഡ് വെക്കാറ് ഞാൻ സ്പേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എനിക്കത് കാണാൻ കഴിയും. അപ്പൊ അതും എന്റെ ഉത്തരവാദിത്തം കൂടുകയാണ്, അല്ല അവാർഡ് മേടിക്കുന്നതിനേക്കാളും എന്റെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്, പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം അതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള പറഞ്ഞ തീർച്ചയായിട്ടും അതാണ് സത്യം. നമ്മുടെ തുച്ഛമായ കുറഞ്ഞ സമയത്തിൽ ജീവിതത്തിന്റെ അല്ലേ ഒരു നല്ലൊരു പ്രൊഫഷനാണ്. അതിനൊപ്പം തന്നെ ആ ഒരു പ്രൊഫഷനിലൂടെ സമൂഹത്തിലേക്ക് അതും കുറഞ്ഞ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ റിസർച്ചിലാണ് അല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് R&D ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ഇനി എന്താണ് ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ക്യാൻസർ മേഖലകളിൽ നമ്മൾ കൂടുതൽ പഠനങ്ങളും ചികിത്സ പറഞ്ഞാൽ 12 നിലയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. അമേരിക്കയിലും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ എം.ഇ. പിള്ളയാണ് എൻ്റെ അഡ്വൈസ് ബോർഡ് ചെയർമാൻ. അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ് 35 വർഷക്കാലം സേവനം അനുഷ്ഠിച്ച ഡോക്ടർ സാറേഷു ആണ് ഇപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലകൾ വളരെയധികം, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ നോട്ട് ഓൺലി ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, എല്ലാ ആരോഗ്യ മേഖലയിലെ ചികിത്സകളും ധാരാളം പഠനം നടത്തുന്നു. കാരണം ഇന്നും ഇന്ത്യയിൽ 90% ഓഫ് എക്യുപ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. അപ്പം നമ്മൾ ഈ മേഖലകളിലേക്ക് ധാരാളം ചെല്ലേണ്ടിയിരിക്കുന്നു. അതുപോലെ റിസർച്ച്, അതായത് ഡേറ്റാസ് അനാലിസിസ് ആൻഡ് റിസർച്ച്. ഇപ്പം ഞങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു ഡേറ്റ രജിസ്റ്റർ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളുമായിട്ട് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം റിസർച്ചുകൾ ആവശ്യമാണ്, പഠനങ്ങൾ ആവശ്യമാണ് ആ മേഖല. അതുകൊണ്ടാണ് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന് പേരാതെ ഡോക്ടർ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാക്കി. ഞാൻ പറഞ്ഞു, ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല, ഈ മേഖലയിലേക്ക് പഠനങ്ങൾ ആവശ്യമാണ്, ഗവേഷണങ്ങൾ ആവശ്യമാണ്. കാരണം കേരളം ലോകത്തിൻ്റെ മുന്നിൽ, കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നമ്മൾ ഇനിയും മുന്നിൽ നിൽക്കേണ്ടി വരണം. അതിന് ഞാനൊരു തുടക്കം കുറിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും നമുക്കറിയാം, ഫാദർ ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ ആരോഗ്യ മേഖലയിൽ പഠനത്തിനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്, കൂടുതൽ റിസർച്ച് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമ്മുടെ കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് പോലൊരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കേരളത്തിൽ നമുക്കൊരു പെട്ടെന്നൊരു മൂക്കിപ്പനി വന്നാലും ഓടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങുന്നത് പോലൊരു സൗകര്യം മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ അമൃതാസ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ്, കാരണം എനിക്ക് അറിയാവുന്നതും ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട്, ഒരു ശസ്ത്രക്രിയ വേണ്ടവരൊക്കെ 6 മാസവും 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ്. അല്ലെങ്കിൽ അവർ എമർജൻസി വഴി പോകണം. അത് ആരോഗ്യ മേഖലത്ത് ഭയങ്കരമായ വികസനം അവർ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും
ഇൻഷുറൻസിൻ്റെ പ്രശ്നം, പിന്നെ ടൈമിങ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ഇലക്ട്രീവ് സർജറീസോ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല. അവിടെയാണ് കേരളീയർ ഭാഗ്യവാന്മാർ. ഇപ്പം നമ്മൾ ദാസ് ചോദിച്ച പോലെ നമുക്കറിയാം, ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ വലിയൊരു ഒരു വൈതരണിയായിട്ട് പ്രത്യേകിച്ച് കേരളമായി തീർന്നിരിക്കുകയാണ്. 1,00,000-ൽ പരം പേരാണ് ഇന്ന് കേരളത്തിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനപ്പുറമായിട്ട് അവിടെയാണ് എനിക്ക് ഡോക്ടർ കെ എം ചെറിയാൻ്റെ ആ ഒരു ദീർഘവീക്ഷണം. അദ്ദേഹം പറയുന്നത് റീജനറേഷൻ ആൻഡ് റീജനറസ് കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകണം. അതായത് അതിപ്പം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമില്ലാത്തൊരു ലോകത്തിൽ നമ്മൾ വരാൻ പോവുകയാണ്. അതെനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 5 കൊല്ലത്തിനുള്ളിൽ അത് സംജാതമാകും. അതായത് ഇപ്പം കിഡ്നി ആകുന്ന ഡെഡ് സെൽസിനെ, ഇപ്പം അത് വീക്ക് ആകുമ്പോഴാണല്ലോ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നത്. അപ്പം ആ വീക്ക് സെൽസിനെ ലിവിങ് സെൽസ് ആയിട്ട് മാറ്റുക വിത്തൗട്ട് ദ ട്രാൻസ്പ്ലാന്റേഷൻ. അതിനെയാണ് റീജുനുവേഷൻ ആൻഡ് റീജനറേഷൻ പറയുന്നത്. അതിനുള്ള പഠനങ്ങൾ നടക്കുകയാണ്. സ്റ്റെം സെൽ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെയുള്ള കൺസെപ്റ്റിൽ വരുമ്പോൾ ഇനിയും ഈ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസിനെ നമുക്ക് ലിവിങ് സെൽസായിട്ട് തന്നെ ചികിത്സ കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒരു മേഖലയിലേക്ക് വരും. അത് ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സയുടെ വലിയൊരു പുരോഗതിയായിട്ടാണ് കാണുന്നത്. ആ നിലയിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം മുന്നോട്ട് വരുന്നത്. നമ്മുടെ കേരളം 100% സാക്ഷരതയിൽ മുന്നിലാണ്. അതുപോലെ കേരളത്തിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരും യുവാക്കൾ അല്ലേ, അവരെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ പഠിച്ചിറങ്ങിയവരെല്ലാം വിദേശത്തോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് എന്താണ് ഫാദറിന് പറയാനുള്ളത്? ഒന്ന് നമ്മുടെ സാഹചര്യങ്ങളാണ്. പല സാഹചര്യങ്ങളും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ ജീവിത നിലവാരത്തിന് വേണ്ടിയും അല്ലെ അവർ പഠിച്ച കാര്യങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി അവർ പോകുന്നു. അവരെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. പക്ഷേ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, വിദേശ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റും സമ്പദ്ഘടനയും എല്ലാം വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കൺസെപ്റ്റ് ഒരുമിച്ച് പോയതുകൊണ്ടാണ്. പബ്ലിക്കും പ്രൈവറ്റ് കൺസെപ്റ്റുകൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ കേരളം, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ കഴിഞ്ഞ 30 വർഷം അനുഭവം കൊണ്ട് പറയാം, കേരളം മറ്റൊരു യൂറോപ്യൻ കൺട്രിയായിട്ട് മാറും, സ്റ്റേറ്റായിട്ട് മാറും. അതിന് ഗവൺമെൻറ് തലവും പ്രൈവറ്റ് സെക്ടറും കൂടെ ഒരുമിച്ച് പോകണം. നമുക്കറിയാം, ഞാൻ ഇന്ന് ഏറ്റവും അധികം പ്രയാസപ്പെട്ട സാമ്പത്തികം നമുക്ക് എങ്ങനെ വെള്ളം കൊണ്ടുവരാം ഡോക്ടേഴ്സ്, പക്ഷേ ഒരു അപ്രൂവൽ കിട്ടാൻ, ഗവൺമെൻറ് ഒരു അപ്രൂവൽ കിട്ടാൻ അതൊരു ഒരു 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 ഹെർക്കുലിൻ ടാസ്ക്കാണ്. അത് ആ ഒരു സോഷ്യൽ കൺസെപ്റ്റിലേക്ക് ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ആരുടെ മുന്നിൽ പറയാൻ കുഴപ്പമില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ അവരുടെ ഭാഗത്തും സഹായം ഉണ്ടാകും. ഗവൺമെൻറ് അതിനെ വേണ്ട സപ്പോർട്ട് നമുക്ക് തരികയാണെങ്കിൽ, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ചാണ് റിസർച്ച് സെൻ്ററുകൾ നടത്തുന്നത്. ധാരാളം റിസർച്ച് സെൻ്ററുകൾ അവിടെ നടത്തുന്നത്. നമ്മുടെ വികസനങ്ങളെല്ലാം അതാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പോവുകയാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം, നമ്മുടെ യുവതി യുവാക്കന്മാരെയൊക്കെ വളരാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. കേരളം അതിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി. ഇപ്പോൾ IT മേഖല ഇപ്പം ഒരു ഹബ്ബായിട്ട് മാറ്റിയെടുക്കുക. അതുപോലെ ഹെൽത്ത് സെക്ടർ, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, അതനുസരിച്ച് ലോകത്തിന് നമുക്ക് ഒരു വലിയ മാതൃകയായിട്ട് വളർത്താൻ കഴിയും. പക്ഷേ ഈ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കൺസെപ്റ്റ് ഒരുമിച്ച് പോകുന്ന ഒരു തലത്തിലേക്ക് കേരളം പാടുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാകുന്നത്, ഒത്തുപിടിച്ചാൽ മലയും പോലെ. ഒരുപാട് സന്തോഷമുണ്ട് ഫാദർ, വളരെ തിരക്കുള്ള സമയമാണ് എങ്കിലും നമ്മുടെ കൂടെ ഈ ഒരു ഫേസ് ടു ഫേസിൽ പങ്കെടുത്തതിനും ഒരുപാട് പ്രധാനപ്പെട്ട കുറേ വിശേഷങ്ങൾ നമുക്കിപ്പോൾ എനിക്ക് കൂടി അറിയാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് അവയർനെസ് എത്തിച്ചതിനും ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ചേർന്നതിന് ഒരുപാട് സന്തോഷം. ആൻഡ് ഫൈനലി ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ഒരുപാട് പേരുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്കെപ്പോഴും പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം. നമുക്കിന്ന് പഠനം നല്ലോണമുണ്ട്, സമ്പത്ത് നല്ലോണമുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി നല്ലോണം കരുതി വെക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. നമുക്ക് നല്ലൊരു ഫിലോസഫി ഡെവലപ്പ് ചെയ്യണം. അത് മതബോധനങ്ങളിലൂടെ ആണെങ്കിലോ അല്ലെ മാതാപിതാക്കളുടെ ആണെങ്കിലോ അതനുസരിച്ചുള്ള ഒരു ഫിലോസഫി നമ്മൾ ഡെവലപ്പ് ചെയ്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ മറ്റുള്ള ദുഷ്പുകൾക്ക് വിട്ടുകൊടുക്കാതെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ വിട്ടുകൊടുക്കാതെ നല്ല ഒരു ശരീരം നമ്മൾ വളർത്തിയെടുത്ത് സമൂഹത്തിന് പ്രയോജനമുള്ള മക്കളായി തീരുവാൻ പുതിയ തലമുറ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫാദർ. താങ്ക് യു.